ക്രൈസ്തവ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചു എന്നറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു. അവസരം നൽകിയ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ഇന്നും ആഗ്രഹം അതുതന്നെ, പ്രാർത്ഥനയും അതുതന്നെ. വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായി മാറണം. ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ പലവരും ശ്രമിച്ച് പരാജയപ്പെട്ട പല കാര്യങ്ങളെ ഈ ആഴ്ചയിൽ ക്രിസ്തുയേശുവിലൂടെ നിങ്ങൾ നേടിയെടുക്കണം. ഒരിക്കൽ കൂടി ആ വാക്ക് ആവർത്തിച്ചു പറയട്ടെ. ലോകത്തിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചായിരിക്കാം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിച്ചായിരിക്കാം, നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എണ്ണത്തിലോ അവരുടെ ബലത്തിലോ അവരുടെ കഴിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആസ്തി ബാധ്യതകളിലോ ഒക്കെ ആശ്രയിച്ചായിരിക്കാം നിങ്ങൾ പലതും നേടിയെടുക്കുവാനായി ഇറങ്ങിത്തിരിച്ചത്. പരാജയപ്പെട്ടു പോയി അല്ലേ? എന്നാൽ ഈ വരുന്ന ആഴ്ച ക്രിസ്തുയേശുവിലൂടെ അതിലൊന്നുപോലും കുറഞ്ഞു പോകാതെ, അയ്യോ അതെനിക്ക് കിട്ടുവാനുണ്ട്, ഞാൻ ആഗ്രഹിച്ചതാണല്ലോ, ഞാൻ കൊതിച്ചതാണല്ലോ, അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുവാൻ ഇടവരാതെ ക്രിസ്തുയേശുവിലൂടെ അതൊക്കെയും നിങ്ങൾ പ്രാപിച്ചെടുക്കുന്ന നല്ലൊരാഴ്ചയായി ഈ ആഴ്ച മാറുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കഴിഞ്ഞ രാത്രിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിധത്തിൽ വരുന്ന ആഴ്ചയെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആഴ്ചയാക്കി മാറ്റുവാൻ തന്നൊരു ആലോചന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യം ഞാൻ കേട്ട അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ദൂത് ഇതാണ്: നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നവരെ, നിങ്ങളുടെ അവസരങ്ങളെ തടസ്സപ്പെടുത്തുന്നവരെ യേശു ഈ ആഴ്ച നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് നീക്കും. ഒരിക്കൽ കൂടി ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ആവർത്തിച്ച് കൈമാറട്ടെ. നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നവരെ, അത് തന്നെ നിങ്ങളുടെ അവസരങ്ങളെ നെടുനാളായുള്ള ദീർഘനാളായുള്ള കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ കഠിനമായി അധ്വാനിച്ച്, അതെ, ചിലത് നേടിയെടുക്കുവാനുണ്ട്, ചിലത് പ്രാപിച്ചെടുക്കുവാനുണ്ട്. ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവസരം വന്നിരിക്കുന്നു, അഥവാ നിന്റെ ഊഴം വന്നിരിക്കുന്നു. നിന്റെ ഊഴം വന്നപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നവർ, അതിന് ഇടങ്കോലിടുന്നവർ, അതെ, നിന്റെ അവസരത്തെ നഷ്ടപ്പെടുത്തുവാൻ നിന്റെ നെടുനാളായുള്ള, അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹോദരി നിന്നോട് പറയുവാൻ എന്നോട് ഇങ്ങനെ പറയുന്നു: നിന്റെ ചില വർഷങ്ങളായുള്ള കാത്തിരിപ്പിനെ തുടർന്ന് ലഭിച്ച അവസരം, ആ അവസരത്തെ തടസ്സപ്പെടുത്തുന്ന, ആ അവസരത്തെ നശിപ്പിക്കുവാൻ എഴുന്നേറ്റ ചില വ്യക്തികൾ, അതെ, ആ വ്യക്തികളെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു നീക്കിക്കളയുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, തടസ്സമായി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ, ചില അവസ്ഥകൾ, മനുഷ്യരും പിശാചും ചേർന്ന് നിങ്ങൾക്ക് വിരോധമായി ഒരുക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും തന്നെ, അതെ, അതിനെ യേശു ഇന്ന് നീക്കും. ആമേൻ. അതേനേ, എത്ര നാളത്തെ കാത്തിരിപ്പാ, എത്ര നാളത്തെ പ്രാർത്ഥനയാ. പ്രൊമോഷൻ കിട്ടണം അല്ലേ, സാലറി വർധന ഉണ്ടാവണം. ആ പൊസിഷൻ സഹോദര നീ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എത്ര പേരുടെ അടുത്ത് കണ്ടു പറഞ്ഞു, എത്ര നാൾ കഷ്ടപ്പെട്ടു ആ ഒരു പൊസിഷനിലേക്ക് എത്തുവാൻ വേണ്ടി. ഇപ്പോൾ നിന്റെ അവസരമാണ്, നിന്റെ ഊഴമാണ്. ഈ പ്രാവശ്യം അത് നിനക്ക് കിട്ടും, കിട്ടണം. സാഹചര്യമെല്ലാം ഓക്കെയാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടി ഇതാ വെളിപ്പെടുവാൻ പോകുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ ചിലർ അതിന് തടസ്സമായി നിൽക്കുന്നു. അത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. കേൾക്ക്, ഇന്ന് എൻ്റെ ദൈവം ആ തടസ്സമായി നിൽക്കുന്നവരെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തടസ്സമായി നിൽക്കുന്നവരെ മാറ്റി
നിന്റെ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ ശക്തനാക്കി മാറ്റും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ അവസരം നിനക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ആ പ്രൊമോഷൻ നിനക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ആ സാലറി വർധനവ് നിനക്കില്ലാതായി തീരത്തില്ല. ആ ഇൻക്രിമെന്റ് നിനക്ക് കിട്ടാതിരിക്കത്തില്ല. ആ പോസ്റ്റിൽ നീ എത്താതിരിക്കത്തില്ല. അതെ, എൻ്റെ യേശു നിനക്ക് വേണ്ടി അത് ചെയ്യും. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇത് എത്രത്തോളം വലിയൊരു വിഷയമാണെന്ന് എന്നെ കേൾക്കുന്ന പലർക്കും മനസ്സിലാക്കുവാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിശദീകരണം തന്ന് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നോക്കൂ, 1, 2, 3 ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ കാത്തിരിപ്പല്ല ഇസ്രായേൽ ജനത്തിനുള്ളത്. എന്തിനു വേണ്ടി? ഒരവസരത്തിന് വേണ്ടി. പെട്ടുപോയ സ്ഥാനത്ത് കഷ്ടത അനുഭവിച്ച് ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഉപദ്രവവും അപമാനവും നിന്നെയും സഹിച്ച്, എന്തിന് സ്വന്തം മക്കളെ പോലും സ്വന്തം കൈകൊണ്ട് നഷ്ടപ്പെടുത്തി കളയേണ്ട, കൊന്നുകളയേണ്ട അവസ്ഥയിലായിത്തീർന്ന ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ എവിടെ? മിസ്രയീമിൽ, ഫറവോന്റെ കസ്റ്റഡിയിൽ. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ ആഴ്ച ഏറ്റവും നല്ലത് പ്രാപിച്ചെടുക്കുവാൻ ആവർത്തിച്ചു പറയട്ടെ. ആമേൻ, സ്തോത്രം. ചെറിയൊരു പ്രദേശമാണ് മിസ്രയീം. അവിടെ ജനസംഖ്യ അന്ന് വളരെ തുലോം കുറവാണ്. അവിടെയാണ് ഏകദേശം 30 ലക്ഷം മനുഷ്യർ കരഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണ് 30 ലക്ഷം വരുന്ന ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ച്, അവരിലെ സ്ത്രീകളെ കുറിച്ച് മിസ്രയീമിലെ സൂതി കർമ്മിണിമാർ അഥവാ ഗൈനോകോളജിസ്റ്റുമാർ പറയുന്നത് ഈ വിധത്തിലാണ്. അവർ തിറമിടുക്കുള്ളവർ. അവർ 10 മാസം ഗർഭിണിയായിരുന്ന് പ്രസവിക്കുന്നത് പുറത്തുള്ള ആർക്കും അറിയുവാൻ കഴിയത്തില്ല. അത്രമാത്രം ആരോഗ്യവും പുഷ്ടിയുമുള്ള ശരീരമുള്ളവർ. കേൾക്കണമേ, സ്ത്രീകൾ അത്രമാത്രം ആരോഗ്യവും പുഷ്ടിയുമുള്ളവരെങ്കിൽ പുരുഷന്മാരും പുഷ്ടിയുള്ളവർ തന്നെയായിരിക്കും. ഏതവസ്ഥയിലാണ്? 1-ാം അധ്യായം പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അവർ ഉപദ്രവിക്കപ്പെടും തോറും അഥവാ പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിച്ചു കൊണ്ടേ ഇരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ദൂത് കൈമാറി മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം. സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ഉപദ്രവിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ, നിന്റെ ജോലി സ്ഥലത്ത്, അതെ, പല നിലകളിൽ നീ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അർത്ഥം നീ ഒരു വര പോലെ മാഞ്ഞു മാഞ്ഞ് ഇല്ലാതായി തീരുമെന്നല്ല. നിനക്കൊപ്പമുള്ളവർക്ക്, ഇന്ന് നിന്നെ ഉപദ്രവിച്ചവർക്ക് പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ നീ ശക്തയായി തീരും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. കാരണം എന്തെന്നോ? നീ പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ട്. ആമേൻ, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന നിന്നെ, ആമേൻ, ദൈവസന്നിധിയിലായിരിക്കുന്ന നിന്നെ മായ്ച്ചു കളയുവാൻ, നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കി കളയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തേ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. അവിടെ നീ നശിച്ചു പോകത്തില്ല. സ്തോത്ര. നീ ആ ഭവനത്തിനകത്ത് ചെന്ന് കയറിയെങ്കിൽ നീ അവിടെ നശിച്ചു പോകത്തില്ല. നീ ആ രാജ്യത്തിൽ എത്തപ്പെട്ടുവെങ്കിൽ നീ അവിടെ നശിച്ചു പോകത്തില്ല. നീ ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയെങ്കിൽ നീ അവിടെ നശിച്ചു പോകത്തേ ഇല്ല. വിഷയത്തിലേക്ക് വരട്ടെ. നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ശക്തന്മാരായ തിറമിടുക്കുള്ള സ്ത്രീകളും അവരുടെ ആരോഗ്യമുള്ള പുരുഷന്മാരും 430 വർഷക്കാലം എണ്ണത്തിൽ ചുരുക്കമായ മിസ്രയീമ്യർക്ക്, ഫറവോനും അവനൊപ്പമുള്ളവർക്കും അടിമയായി നിന്നത്? നോക്കൂ, മിസ്രയീമിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ മന്ത്രവാദികളുണ്ട്. വടിയെ നിലത്തിട്ട് പാമ്പാക്കി മാറ്റുവാൻ കഴിയുന്ന മന്ത്രവാദികളുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്ന മന്ത്രവാദികളുണ്ട്. ക്ഷുദ്ര പ്രയോഗകന്മാരുണ്ട്. ആഭിചാരകന്മാരുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ശക്തരായ, ബുദ്ധിയുള്ള, അറിവുള്ള, കാര്യപ്രാപ്തിയുള്ള നിന്നെ, നിന്റെ തലമുറകളെ, നിന്റെ കുടുംബത്തെ ഇന്നും അടിമകളാക്കി വച്ചിരിക്കുവാൻ എങ്ങനെയാണ് ഒന്നിനും പ്രയോജനമില്ലാത്തവരായി, ഒന്നിനും പ്രയോജനപ്പെടാത്തവരായി, പലരുടെയും ഇഷ്ടത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിൽ എങ്ങനെയാണ് ഇന്നും അവർ അടിമയാക്കി വെക്കുന്നത്? അവർ പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അവർ പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാത്തത്? അവർ പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് നിന്റെ മക്കൾ തലകുനിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ രക്ഷപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് പുറത്തു വരുവാൻ കഴിയാത്തത്? തിരിച്ചറിയുക. ആമേൻ, സ്തോത്രം. അപ്പോൾ അவ்விധത്തിൽ ബന്ധിക്കുന്ന, അவ்விധത്തിൽ ഒതുക്കുന്ന, അவ்விധത്തിൽ സ്വാർത്ഥമതികളായ ദുഷ്ടമനുഷ്യരുടെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. സ്തോത്രം. അത് തിരിച്ചറിയുക. ഞാൻ പിന്നെയും പറയട്ടെ, പരന്ന വായനയിൽ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, പ്രാർത്ഥനാമുറിയിൽ ആത്മാവിൻ്റെ നിറവിൽ പ്രാപിച്ചെടുക്കുന്ന ദൈവിക വെളിപ്പാടുകളെ കുറിച്ചത്രേ
നീ ചുറ്റപ്പെട്ടിരിക്കുന്നത്, മൂടപ്പെട്ടിരിക്കുന്നത്, സ്തോത്രം, ഫിസിക്കലി ശക്തന്മാരുടെ കൈക്കരുത്തിന് മുൻപിലല്ല. ആമേൻ. ക്രൂര മനുഷ്യരുടെ അഭിചാരങ്ങൾ ചെയ്യുന്ന, ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യുന്ന, മന്ത്രവാദങ്ങൾ ചെയ്യുന്ന, സ്തോത്രം, നീ ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയുന്നില്ല. കേൾക്ക്, ആ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മന്ത്രവാദികളുടെ വടിയൊടിച്ച് ക്ഷുദ്രപ്രയോഗന്മാരുടെ കർമ്മങ്ങളെ തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ആഴ്ച നീ പുറത്തു വരിക. ഈ ആഴ്ച നിന്റെ തലമുറകൾ പുറത്തു വരും. ഈ ആഴ്ച അതേ പുറത്തു വന്ന് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു നീ ശ്വസിക്കും. ആ ആശുപത്രിയിൽ നിന്ന് നീ പുറത്തു വരിക. ഓ, മനുഷ്യനും പിശാചും ചേർന്ന് നിന്നെ ഒതുക്കി കൂട്ടി ആ ആശുപത്രി കിടക്കയിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരിപ്പിക്കും. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലർ ആശുപത്രികളിൽ നിന്ന് പുറത്തു വരിക. ആമേൻ. ഇനി ആ ആശുപത്രി നിനക്കുള്ളതല്ല, ഇനി ആ ബെഡ് നിനക്കുള്ളതല്ല, ഇനി ആ ഡോക്ടർ, ഓ സ്തോത്രം, ഇന്ന് പലരുടെയും സ്വന്തം പോലെയാ ആ ഡോക്ടർ. നല്ല ബന്ധമായി, അയ്യോ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, എന്തിനാന്നേ? ഓ സ്തോത്രം. ആമേൻ. ഞാൻ പറയും, ആമേൻ, പാസ്റ്റർമാരെയൊക്കെ സ്ഥിരം കണ്ടാൽ മതി, ഈ ഡോക്ടർമാരൊന്നും സ്ഥിരം കാണണ്ട. സ്തോത്രം. ഇഷ്ടപ്പെട്ടില്ലേ? നല്ലതാ, മനസ്സിലാകാൻ സമയമെടുക്കാം. ആമേൻ. അപ്പൊ നോക്കിയേ, ഈ ജനം അങ്ങനെ 430 വർഷത്തെ അടിമത്വവും കഴിഞ്ഞ് അവരുടെ കഷ്ടതയെക്കുറിച്ച് ഒറ്റ വാക്കിൽ ദൈവം തന്നെ മോശയോട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, മോശേ, ഞാൻ എൻ്റെ ജനത്തിന്റെ കണ്ണുനീർ കണ്ടു. 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. അതിൻ്റെ തീവ്രത വെളിവാക്കുവാൻ, ഞാൻ കണ്ടു എന്നല്ല, ഞാൻ കണ്ടു. ഞാൻ അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടു. അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടു. ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ നിലവിളിച്ചത് സത്യമാണെങ്കിൽ, നിങ്ങൾ കരഞ്ഞത് സത്യമാണെങ്കിൽ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ സത്യമാണെങ്കിൽ, മാറിപ്പോകാതെ, മുഖം മറയ്ക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അതെ മാതാവേ, സഹോദരി, സഹോദര, പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ ഭൂമി കുടിച്ചു പോകാതെ അതിന് മറുപടി തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. അതേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സർവശക്തനായ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. അവൻ അവിധത്തിൽ അവർക്കൊരവസരം കിട്ടി. ഇനി കണ്ണുനീരില്ല, ഇനി ദുഃഖമില്ല, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം കൈവശമാക്കണം. ശ്രദ്ധിക്കുമല്ലോ, ദീർഘനാളത്തെ പ്രാർത്ഥന, ദീർഘനാളത്തെ കണ്ണുനീർ, ദീർഘനാളത്തെ നിലവിളി, ദീർഘനാളത്തെ ഉപദ്രവങ്ങൾ അനുഭവിച്ച് മടുത്ത അവസ്ഥയിൽ നിന്നല്ലേ ഒത്തിരി കരഞ്ഞ്, ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി ഉപവസിച്ച്, അയ്യോ സ്തോത്രം. ദീർഘനാൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ, ഞാൻ പറയും, ദീർഘനാൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെക്കാൾ ദീർഘനാൾ അവർക്കൊപ്പം നിൽക്കുന്ന പാസ്റ്റർമാർക്കാണ് കഷ്ടപ്പാട് കൂടുതൽ. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാതെ, അവരുടെ സങ്കടങ്ങൾ കേട്ട് സഹിക്കുവാൻ കഴിയാതെ, അവർക്ക് കരഞ്ഞെങ്കിലും തീർക്കാം. പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന ഞങ്ങൾക്കൊപ്പം ആയിരിക്കുന്ന ഒത്തിരി പേർ ദീർഘനാളുകളായി അവരുടെ വിഷയങ്ങൾക്ക് മറുപടിക്കായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കുറേ ദിവസം കഴിയുമ്പോൾ ഒത്തിരി സങ്കടങ്ങൾ പറയും. അവർക്ക് സങ്കടം പറയുമ്പോൾ ആശ്വാസം കിട്ടും, നമുക്ക് സങ്കടം പറയാൻ പറ്റത്തില്ലല്ലോ. പലരും കരയും, അവർ കരയുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും, നമുക്ക് കരയാൻ പറ്റത്തില്ലല്ലോ. സങ്കടം ഉള്ളിൽ വന്നാലും ഭയം വന്നാലും, ചിലപ്പോൾ ഭയം വരും, മനുഷ്യരല്ലേ. ആമേൻ. തിരിച്ച് ധൈര്യപ്പെടുന്നത് പ്രാർത്ഥനാ മുറിക്കകത്ത് കയറുമ്പോഴാ. സ്തോത്രം. ചില സാഹചര്യങ്ങൾ, ചിലരുടെ അവസ്ഥകൾ, ചിലരായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളം നൊന്തു പോകും. ഒരു മകനെ പോലെ കരയും, ഒരു സഹോദരനെ പോലെ കരയും, ഒരപ്പനെ പോലെ കരയേണ്ട സാഹചര്യങ്ങളുണ്ടാകും. എങ്കിലും കരച്ചിലടക്കി ആ വേദന അനുഭവിക്കുന്ന ചില ശുശ്രൂഷകന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. അതെ, അത് നിന്റെ ഒരു പദവിയാന്നേ. സ്തോത്രം. സ്തോത്രം. യേശുവിൻ നാമത്തിൽ അത് നിന്റെ ഒരു പദവിയാ. ആമേൻ. സ്തോത്രം. ആ കണ്ണുനീർ കാണുവാൻ ആകാശം ചായ്ച്ചിറങ്ങി വന്ന ദൈവം മോശയെ തിരഞ്ഞെടുത്തേ. സ്തോത്രം. നിന്റെ കർത്താവ് തിരഞ്ഞെടുത്ത നിന്റെ പദവിയാ. നീ മുൻപിൽ നിന്ന് നയിക്കുവാൻ പോകുക വലിയൊരു കൂട്ടത്തെ. ശുശ്രൂഷക, വലിയൊരു കൂട്ടത്തെ നിന്റെ പിന്നാലെ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് വാഗ്ദത്തത്തിലേക്ക് നടത്തുവാൻ. താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ആഴ്ച നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന ആ അത്ഭുതത്തെ നീ കാണുവാൻ പോകുക. ആമേൻ. നോക്കൂ, അങ്ങനെ ഒരു അവസരം കിട്ടിയ ജനം, അവർ വാഗ്ദത്തത്തിലേക്ക് സന്തോഷത്തോടെ കെട്ടും പാണ്ഡവുമായിട്ട് പിള്ളേരും എല്ലാമായിട്ട് അങ്ങ് പോവുക. പെട്ടെന്ന് അവരുടെ വഴിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട്
പണിതുയർത്തപ്പെടുന്ന യെരിഹോ മതിൽ. യെരിഹോ നിവാസികൾ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല, ഈ വഴി നിന്നെ മുൻപോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല. ഇല്ല, ഈ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ ശബത്തി ചവിട്ടിയിട്ട് വേണം നീ മുമ്പോട്ട് പോകാൻ. അല്ലേ? അതല്ലേ സഹോദരി, ആ വാക്കല്ലേ പറയുന്നത്? ഞാൻ ചത്തിട്ട് നീ ഇവിടെ അങ്ങനെ വാണാ മതി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കത്തില്ല. സ്തോത്രം. ആമേൻ. അയ്യോ, ചിലർ പറയുന്ന വാക്കുകൾ വലിയ പ്രശ്നമാണ് കേട്ടോ. അത് ലോകമനുഷ്യൻ മാത്രമല്ല, ഭക്തർ പറയുന്ന വാക്കുകൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. ചില വാക്കുകൾ പറയുമ്പോൾ മതി, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഇനി ജീവിക്കണ്ട, എനിക്കിതൊന്നും വേണ്ട. കൂടുതൽ ബഹളം വയ്ക്കുമ്പോൾ കർത്താവ് അങ്ങ് തീരുമാനിക്കും, വേണ്ട, അവന് വേണ്ടെങ്കിൽ വേണ്ട, അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. സ്തോത്രം. വേണ്ടെന്ന് പറയാനും ചത്തുപോകുമെന്ന് പറയാനും അതൊക്കെ ലോക മനുഷ്യൻ പറഞ്ഞോട്ടെന്നേ. നീ അതല്ല പറയുവാനുള്ളത്. ആമേൻ. സ്തോത്രം. നിന്നോട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്, അതിൽ മുറുകെ പിടിക്കുക, അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അത് പ്രാപിക്കുന്നത് വരെ. നോക്കൂ, അവസരത്തെ നിഷേധിക്കുക. അതിനുവേണ്ടി അവർ ഒരുമനപ്പെട്ടു. സ്തോത്രം. ഒരുമനപ്പെട്ടു. ഒരു മതിൽ കെട്ടി ഉയർത്തി, തടസ്സമായി ഒരു മതിൽ കെട്ടി ഉയർത്തി. നീ ആ കുടുംബത്തിൽ ജീവിക്കാതിരിക്കുവാൻ വേണ്ടി നിനക്കും നിന്റെ ഭർത്താവിന് ഇടയിൽ ഒരു മതിൽ കെട്ടി ഉയർത്തി. കള്ളങ്ങൾ കൊണ്ട്, അപവാദ പ്രചരണങ്ങൾ കൊണ്ട്, ഇല്ലാ കഥകൾ കൊണ്ട്, നിന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് വിരോധമായി മെനഞ്ഞുണ്ടാക്കിയ കഥകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ മതിലിനെ എൻ്റെ ദൈവം ഇന്ന് പൊളിക്കും. ആ തടസ്സത്തെ, നീയും നിന്റെ ഭർത്താവും ചേർന്ന് വരുന്നതിന് തടസ്സമായി പണിതുയർത്തപ്പെട്ട മതിലുകളെ, വാക്കുകളാൽ, പ്രവർത്തികളാൽ, മന്ത്രവാദങ്ങളാൽ, ആഭിചാരങ്ങളാൽ പണിതുയർത്തപ്പെട്ട മതിലുകളെ സർവശക്തനായ ദൈവം ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരി നിനക്ക് വേണ്ടി തകർക്കുവാൻ പോകുക. സഹോദര, നീയും നിന്റെ ഭാര്യയും ഒരുമിച്ച് സന്തോഷത്തോടെ ചേർന്ന് വരുന്നതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെടുന്ന മതിലുകളെ എൻ്റെ ദൈവം ഇന്ന് തകർക്കുക. ഓ, താങ്ക് യു. യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി സഹോദര, അവിടെ നീ നിലനിൽക്കാതിരിക്കുവാൻ വേണ്ടി, നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു കർത്താവിൻ്റെ നാമത്തെ ഉയർത്താതിരിക്കുവാൻ വേണ്ടി കെട്ടി ഉയർത്തപ്പെടുന്ന മതിലുകളെ വാക്കുകൾ കൊണ്ട്, ഗൂഢാലോചനയെ തുടർന്ന്, പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, പൈശാചിക മണ്ഡലങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, നേർച്ച കാഴ്ചകളിലൂടെ കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ ഇന്ന് ദൈവം തകർക്കും. ഓ, താങ്ക് യു ലോർഡ്. നോക്കൂ, 6-ാമത്തെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വചനം പറയുന്നു, മതിൽ വീണു. എപ്പോഴാ? ആർപ്പിട്ടപ്പോൾ, സ്തുതിച്ചപ്പോൾ. ഇപ്പോൾ എനിക്കൊപ്പം ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ സ്തുതിക്കുമ്പോൾ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നീ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്ന മതിൽ വീഴും. നിന്റെ തലമുറകളുടെ നല്ല ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന മതിൽ വീഴും. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവരുടെ അനുഗ്രഹിക്കപ്പെട്ട മുൻപോട്ടുള്ള ജീവിതത്തിന് അവർ പ്രാപിച്ചെടുക്കേണ്ടതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ ഇപ്പോൾ വീഴുക. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഭാവിക്ക് വിരോധമായിട്ടുള്ള നല്ലത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ ഇടയാകും വിധത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ചിലത്, ആമേൻ, കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന ചിലത് എൻ്റെ യേശു ഇന്ന് തകർക്കാം. സ്തോത്രം. തീർന്നില്ല. 6:21 വരുമ്പോൾ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ചില വാക്കുകൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അവരിങ്ങനെ ആയിരിക്കണം പറഞ്ഞത്, ഞങ്ങളെ കൊന്നിട്ടേ നീയൊക്കെ ഇതുവഴി പോകത്തുള്ളൂ, ഞങ്ങളെ ചാവണം നിങ്ങൾ ഇതുവഴി പോകാൻ. സ്തോത്രം. 6:21 യോശുവയുടെ പുസ്തകം. ആ പട്ടണം നിർമൂലമായി, ആ പട്ടണം നശിപ്പിക്കപ്പെട്ടു. പട്ടണത്തിലെ ജനം വാളിന് ഇരയായി തീർന്നു. തടസ്സമായി നിന്നവരെ ദൈവം മാറ്റി. അപ്പോൾ ഒരുപക്ഷെ പിന്നെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ, ദൈവമാണോ മാറ്റിയത്? തടസ്സമായി നിന്നവരെ ദൈവമാണോ മാറ്റിയത്? നോക്കൂ, 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, തലേ രാത്രിയിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന്റെ അവസരത്തെ നഷ്ടപ്പെടുത്തുവാൻ മതിൽ കെട്ടി ഉയർത്തപ്പെട്ട ജനം കാവൽ നിന്ന, അതെ, ആ കാവലിനെ പൊളിച്ച് മതിലിനെ തകർത്ത് ജനം മുന്നേറുന്നതിന് തലേ രാത്രിയിൽ യോശുവ എന്ന ഭക്തൻ ഉറക്കമില്ലാതെ, സ്തോത്രം, അതെ, കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി മതിൽ വീഴുവാൻ,
തടസ്സമായി നിൽക്കുന്നവർ മാറുവാൻ, വഴി തുറക്കപ്പെടുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, നിങ്ങളുടെ ഈ ആഴ്ച അനുഗ്രഹമായി തീരുവാൻ, പ്രാർത്ഥനാ മുറിക്കകത്ത് ഉറക്കമില്ലാതെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഞാൻ കേട്ടതുപോലെ ആ മനുഷ്യൻ യോശുവ കാണുക, ഊരിപ്പിടിച്ച വാളുമായ ഒരുവൻ. സ്തോത്രം. ആശ്ചര്യത്തോട് ചോദിക്കുക, നീ ആരുടെ പക്ഷത്തുള്ളവൻ? നീ ആരുടെ പക്ഷത്തുള്ളവൻ? മറുപടി, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി വന്നിരിക്കുന്നു. അതേ, വെറും വാക്ക് പറഞ്ഞതല്ല. തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നതിനെ തകർക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങളെക്കാൾ അതെനിക്ക് നന്നായി അറിയാം. ദൈവം അയക്കേണ്ടവനെ അയച്ചിട്ടുണ്ട്. ആ ഉറപ്പ് പ്രാർത്ഥനാ മുറിക്കകത്ത് കിട്ടിയിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ മതിൽ വീഴുക. തടസ്സമായി നിൽക്കുന്നത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, എൻ്റെ യേശു നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറ്റിത്തരും. ഈ ആഴ്ച നിങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിക്കും. വർഷങ്ങളായുള്ള കാത്തിരിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അവസരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തും. അത് ഇനിയും അത് കയ്യിൽ നിന്ന് പോകുവാൻ, സ്തോത്രം, കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോകുവാൻ, ഒരിക്കൽ കൂടി പറയട്ടെ, ഇനി അങ്ങനെ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഇനിയും പരാജിതനായി, ഇനിയും പരാജിതയായി, ഇനിയും തലകുനിച്ചു നിൽക്കുവാൻ എൻ്റെ ദൈവം, അതേ സഹോദര സഹോദരി, നിന്നെ അനുവദിക്കത്തേ ഇല്ല. ആ തടസ്സത്തെ എൻ്റെ യേശു എടുത്തു മാറ്റും. ആ ബിസിനസ് മേഖലയിൽ തടസ്സമായി നിൽക്കുന്ന നിന്റെ ആ ഷോപ്പ്, നിന്റെ ആ സ്ഥാപനം, നിന്റെ ആ കട, സ്തോത്രം, അതിന് തടസ്സമായി നിൽക്കുന്ന ചില വ്യക്തികൾ, ചില ഗ്രൂപ്പ് കോക്കാസ്, ചിലതിനെ എൻ്റെ ദൈവം എടുത്തു മാറ്റും. നിന്റെ പ്രൊഫഷന് തടസ്സമായി നിൽക്കുന്ന ചില ഗ്രൂപ്പിനെ എൻ്റെ ദൈവം മാറ്റിക്കളയും. അവൻ, സ്തോത്രം, നീ ചെന്നെത്തിയിരിക്കുന്ന ആ സ്ഥലത്ത്, ആ രാജ്യത്ത്, അതേ സ്തോത്രം, ഈ ദൂത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സംശയം ഇതായിരിക്കും, ആരാണ്, എങ്ങനെയാണ് ഈ തടസ്സം മാറുന്നത്? അമേൻ, സ്തോത്രം. സ്വദേശികളാൽ, നിയമങ്ങളാൽ നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാതെ, മീൻസ് വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ, കനാൻ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ, പാലും തേനും ഒഴുകുന്ന അഥവാ ആ സമൃദ്ധിയുടെ അനുഭവം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നിങ്ങൾ തകർന്നായിരിക്കുന്നത് സ്വദേശികൾ മുഖാന്തരം, നിയമങ്ങൾ മുഖാന്തരം, സഹായിക്കുവാൻ ആരുമില്ലാത്തത് മുഖാന്തരം. അവിടെ ആര്? സ്തോത്രം, ആമേൻ. മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിക്കുവാൻ മാത്രമല്ല, യെരിഹോവെ തകർക്കുവാനും എൻ്റെ ദൈവത്തിന് കഴിയും. തടസ്സത്തെ മാറ്റുവാനും എൻ്റെ ദൈവത്തിന് കഴിയും. തൻ്റെ ദൂതനെ അവൻ അയച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നിനക്ക് വേണ്ടി നിന്റെ തടസ്സങ്ങളെ മാറ്റിത്തരുവാൻ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ ആഴ്ച, സ്തോത്രം, ചില മതിലുകൾ വീഴും. ഈ ആഴ്ച തടസ്സങ്ങൾ മാറും. ഈ ആഴ്ച നിന്റെ അവസരത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, നിന്റെ ഊഴത്തെ തകർത്ത് കളയുവാൻ നിൽക്കുന്ന ചില വ്യക്തികളെ ദൈവം മാറ്റും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായി പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ ദൈവിക വിടുതലുകൾ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാപിച്ചെടുക്കും. വരുന്ന ആഴ്ച നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചകളും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. തടസ്സം, വഴി തുറക്കുന്നില്ല, നന്മ കാണുവാൻ കഴിയുന്നില്ല, ഭാരപ്പെട്ടായിരിക്കുന്നുവോ? ജോയിൻ ചെയ്തോ, പ്രാർത്ഥിച്ചോ, വഴി തുറക്കും. തടസ്സത്തെ ദൈവം മാറ്റും. നല്ലത് സംഭവിക്കും. കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കുടുംബമായി കടന്നു വരിക. പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 3 മണിക്ക് പ്രൈസർ ഫാമിലിയുടെ 2ാമത്തെ മീറ്റിംഗ് നെയ്യാറ്റുകര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ താഴെ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്തായിട്ട്, ആ ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ട് വരും. കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തടസ്സം മാറും, വഴി തുറക്കും. ദൈവം അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ലൈവിൻ്റെ ലിങ്കുകൾ ലഭിക്കാത്തവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലിങ്കുകൾ ലഭിക്കുന്നതായിരിക്കും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതമായിരിക്കുന്ന നല്ലൊരു ദിവസം കൂടെ ഈ പ്രിയപ്പെട്ടവർക്കൊപ്പമായിരിക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അങ്ങ് ഇവരെ പരിപാലിച്ചു. കേൾപ്പിച്ച ദൂതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വർഗം ഇവരുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിച്ചു. തുടർന്ന് ഈ വരുന്ന ആഴ്ചയിൽ കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം വചനത്തിനൊപ്പം ഈ ജനത്തോട് കൂടിയിരിക്കണമേ. കേൾപ്പിച്ച വചനം പോലെ ഇവരുടെ അവസരത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ശത്രുക്കളെ, ശത്രു ഒരുക്കുന്ന പദ്ധതികളെ നീക്കി ആ നല്ലത് വാഗ്ദത്തം
പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇവർക്ക് അവസരം നൽകിയാട്ടെ. ഇവരിലെ രോഗികളെ യേശുവേ ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് യേശുവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കരം വച്ചിരിക്കുന്ന ഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ. സൗഖ്യമാക്കുന്ന ശക്തി ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ചിലർ സൗഖ്യമാകുക പ്രാർത്ഥി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. എല്ലാ രോഗബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, ട്യൂമറുകൾ മാറിപ്പോകട്ടെ, എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. സ്തോത്രം. ഉറക്കമില്ലായ്മകൾ മാറട്ടെ, ഡിപ്രഷനുകൾ മാറട്ടെ, ആത്മഹത്യ പ്രവണതകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ശ്വാസമുട്ടലിൻ്റെ അവസ്ഥകൾ, സ്തോത്രം. ചിലർ ശ്വാസമുട്ടലാൽ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. നെഞ്ചത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവേ ഇപ്പോൾ അങ്ങയുടെ നാമമഹത്വത്തിനായി അങ്ങൊരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. അതങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ അങ്ങ് ഇവർക്ക് വേണ്ടി വഴി തുറക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ഇവരുടെ കാത്തിരിപ്പുകൾക്ക് അറുതിയാകട്ടെ. അപ്പാ ദീർഘനാളുകളായുള്ള കാത്തിരിപ്പുകൾക്ക് സ്വർഗം അങ്ങ് മറുപടി നൽകണമേ. നല്ല ജോലികളെ നൽകി അങ്ങ് മാനിച്ചാട്ടെ കർത്താവേ. ജോലി സ്ഥലത്തെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. ഇവർക്ക് തടസ്സമായി നിൽക്കുന്ന, ഇവരെ വെല്ലുവിളിക്കുന്ന, ഇവരെ നിരാശപ്പെടുത്തുന്ന എല്ലാ പോരാട്ടങ്ങളും മാനുഷികമായി പൈശാചികമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികൾ നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. ഇവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇവർ അനുഗ്രഹം, നന്മ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തട്ടെ. യേശുവേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ അങ്ങ് ശക്തീകരിക്കണമേ അപ്പ. ഇവിടെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ അപ്പ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ കർത്താവേ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല മക്കളെ നൽകണമേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങളെ നൽകി മാനിക്കണമേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ, ഭാര്യ മടങ്ങി വരട്ടെ. കുടുംബ കോടതികൾ കയറി ഇറങ്ങുന്ന എല്ലാ അനുഭവങ്ങളും മാറട്ടെ. സിവിൽ ക്രിമിനൽ കേസുകൾ മാറിപ്പോകട്ടെ. ദാരിദ്ര്യം മാറട്ടെ, ഇല്ലായ്മ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ, ചില ജപ്തികൾ ക്യാൻസലാകുന്ന കൃപയ്ക്ക് ബാങ്ക് നടപടികളെ ഞങ്ങൾ റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിദേശങ്ങളിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവേ നല്ല ജോലികളെ നൽകി ആയിരിക്കുന്ന സ്ഥാനത്ത് വരെ അങ്ങ് മാനിച്ചാട്ടെ. യേശോപ്പ ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. അങ്ങയുടെ നാമമഹത്വത്തിനായി യേശുവേ ഇവരോട് അങ്ങ് കൂടിയിരിക്കണമേ അപ്പ. താങ്ക് യു ലോർഡ്. IELTS, OET മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ നൽകിയാട്ടെ കർത്താവേ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറക്കണമേ. ഇവരുടെ അവസരം ഇവർ പ്രയോജനപ്പെടുത്തട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. മറക്കരുത്. മീറ്റിങ്ങിൻ്റെ കാര്യം കടന്നു വരിക. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവോനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.